നമസ്കാരം. ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്ന ഒരു കുറ്റവാളി അതേ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും പൂർണ്ണമായി പരിഹസിച്ചുകൊണ്ട് ഇരയായ സ്ത്രീയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അഗതി മന്ദിരത്തിലെ അതിക്രമ കേസിലെ പ്രതി ബ്രദർ മാത്യു ആൽവിൻ നടത്തിയിട്ടുള്ള ആ ക്രൂരമായ ഫോൺ വിളിയുടെ വിവരങ്ങൾ. ആലപ്പുഴ പുന്നപ്പുറയിലെ ശാന്തിഭവൻ അഗതി മന്ദിരത്തിലെ അതിക്രമ കേസില് കേരളത്തെ വീണ്ടും ഞെട്ടിക്കുന്ന ഗുരുതരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റെക്കോർഡ് വല്ലതും ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോലീസിനെ അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ കൊള്ളസംഘത്തിലേക്ക് ചേരുക. അതൊക്കെ വിട്ടുനീക്കി വരുന്നു. ഇന്നും മുതൽ ചേരുക. എനിക്ക് 5 പേരെ കോരുകണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. നാട്ടുകാരെ നടത്തിക്കോ. നീ ഒന്നുമില്ല മനസ്സിലാക്കാടോ. ഇത്ര നല്ല പെണ്ണ് പ്രശ്നം ഉണ്ടായിട്ട് ഒറ്റ മനുഷ്യരോടെ വന്ന ഇവിടെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയോ. എനിക്ക് വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എനിക്ക് ഏത് പോലീസിന് ഞാൻ ചെന്നിത്തല വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച പിടി കൊടുക്കണം. നീ എന്നോട് പഠിച്ചാൽ ഈ 5ാമത്തെ ലീസ്റ്റിൽ നീ വിടും. പുറത്തോക്കണം. കരത്തിനും ആദ്യം കൊല്ലില്ല. അവനോട് എവിടെ ഇരുന്നാലും കൊള്ളാം. ഈ നാട്ടുകാരെ അവിടെ കയറി വീട് തല്ലിപ്പൊളിക്കുകയും പ്രശ്നം ഉണ്ടാകരുത്. ഞാൻ തിങ്കളാഴ്ച ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പലതും പറയും. നാട്ടിക്ക് ഞാൻ കെട്ടിയ പെണ്ണാണെന്നും പിന്നാണെന്നും അതൊക്കെ പലതും ഞാൻ പറയും. പക്ഷെ മര്യാദ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ? ഭീഷണിപ്പെടുത്തില്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ നിന്റെ താലിക്കാനാണ്. നിന്റെ താലിയൊക്കെ എന്റെ തെളിവുണ്ടെന്ന് ഞാൻ സോഷ്യലിൽ ഇടാൻ പോവാ. കേസിൽ ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്ന പ്രതി ബ്രദർ മാത്യു ആൽവിൻ പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് അതിക്രൂരമായി ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്നെ പിടികൂടാൻ അന്വേഷണ സംഘം ചെന്നൈ വരെ വന്നിട്ടും നേരിൽ കണ്ടിട്ടില്ല എന്ന് ഇയാൾ പരിഹസിക്കുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറിയാൽ വളരെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പ്രതിയുടെ ഒരു പ്രധാന മുന്നറിയിപ്പാണ്. അതായത് ശരിയാക്കി കളയുമെന്നാണ് പ്രതി പറയുന്നത്. ഇനി മുതൽ താനൊരു ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണ് എന്നും 5 പേരെ തട്ടിക്കളയാനാണ് ഇനി അടുത്ത തന്റെ പദ്ധതി എന്നും അയാൾ വളരെ വ്യക്തമായിട്ട് ആ ഫോൺ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഭീഷണി മുഴക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയോട് നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നും വേണമെങ്കിൽ പോലീസിന് കീഴടങ്ങാൻ താൻ തയ്യാറാണ് എന്നും ആ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പരാതി പിൻവലിക്കാതെ ഈ കേസ് കൊണ്ട് മുന്നോട്ട് പോയാൽ വെറുതെ വിടില്ല എന്നും വ്യാജ വിവാഹ തെളിവുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി അപമാനിക്കുമെന്നും ഇയാൾ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല സംസാരത്തിനിടയ്ക്ക് എന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അതിജീവിതയും ബന്ധപ്പെട്ടവരും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഓഡിയോ സന്ദേശവും കൈമാറിയിട്ടുണ്ട്. മുമ്പ് ഒരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഈ ബ്രദർ. അതിനുശേഷമാണ് പുന്നപ്പുറയില് ഒരു അഗതി മന്ദിരം തുടങ്ങുന്നത്. ഈ അഗതി മന്ദിരം തുടങ്ങുന്നതിന് മുമ്പ് തനിക്ക് മാനസാന്തരം വന്നു എന്നാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. അവിടെ ഈ അഗതി മന്ദിരത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരി നൽകിയിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതിയിലാണ് നിലവിൽ കേസുള്ളത്. തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു കുറ്റവാളി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിലിരുന്നു കൊണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഭീഷണി മുഴക്കുന്നത് പോലീസിന്റെ അന്വേഷണ മികവിന് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. Different angles. Don't forget to subscribe and support this channel.